എല്ലാവർക്കും ഹോം ആൻഡ് അവേ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റവ ഇഡ്ഡലി ഉണ്ടാക്കിയാലോ? അതിനു വേണ്ട സാധനങ്ങൾ: 2 കപ്പ് റവ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ഉഴുന്ന് പരിപ്പ് 2 ടീസ്പൂൺ, കടലപ്പരിപ്പ് 1 ടീസ്പൂൺ, ഇഞ്ചി 2 ടീസ്പൂൺ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ഇതുപോലെ അരിഞ്ഞത്, മല്ലിയില കുറച്ച്, പച്ചമുളക് 3 എണ്ണം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, തൈര് 1 കപ്പ്. ഇത് ഉണ്ടാക്കേണ്ട പാത്രം ചൂടാക്കാം. ഇനി ഇതിലോട്ട് 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ എണ്ണയും ചേർക്കാം. ആദ്യം നമുക്ക് കടലപ്പരിപ്പ് ഇടാം. ഇതൊന്ന് ചൂടായ ഉടനെ നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർക്കണം. ഇതുപോലെ ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ ഇഞ്ചി ഇടണം. ഇനി ഇതിലോട്ട് പച്ചമുളകും ചേർക്കാം. ഇത് ചെറുതീയിൽ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതൊന്ന് വഴന്നു വരുമ്പോൾ ഇനി കറിവേപ്പില ഇടാം. ഇനി ഇതിലോട്ട് മല്ലിയില ഇടാം. ഉടൻ തന്നെ റവയും ചേർക്കണം. റവ ഇട്ടതിന് ശേഷം ഇളക്കിക്കൊണ്ടേയിരിക്കണേ. സ്റ്റവ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇതൊന്ന് ചൂടായാൽ മാത്രം മതി, ഒത്തിരി വറക്കാൻ പാടില്ല. ഇതുപോലെ വറവറാന്നിരിക്കണം. സ്റ്റീൽ പാത്രം കൂടെ ആയതുകൊണ്ട് പാത്രത്തിൻ്റെ ചൂട് കാണും. സ്റ്റവ് ഓഫ് ആക്കിയാലും ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകും. ഇനി ചൂടാറാൻ വേണ്ടി കുറച്ച് നേരം മാറ്റി വെക്കാം. ചൂട് ആറിയതിന് ശേഷം നമ്മൾ റവ അളന്ന കപ്പിലോട്ട് തന്നെ 1 കപ്പ് തൈരും 1 കപ്പ് വെള്ളവും ചേർക്കാം. ഇതിലോട്ട് ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും ചേർക്കാം. കുറച്ച് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊരു 10 മിനിറ്റ് ഇളക്കി മാറ്റി വെക്കാം. ആ നേരത്തിൽ നമുക്കിനി ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടത് 1 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് പൊട്ടുകടല, ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, തേങ്ങ ചിരവിയത്, ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് അരച്ചിട്ട് വരാം. ഇത്രയും അരച്ചതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർക്കാം. ഇതൊന്ന് തിരിച്ചാൽ മതി, കുറേ അരക്കല്ലേ. ചമ്മന്തി റെഡിയായി. വേണമെങ്കിൽ നമുക്ക് കടുക് പൊട്ടിക്കാം. ഇത് കണ്ടോ, കട്ടിയായിട്ടുണ്ട്. ഇതിലോട്ട് ഇനി കുറച്ച് വെള്ളം ചേർക്കാം. വെള്ളത്തിൻ്റെ അളവ് ശരിക്കും റവയുടെയും അല്ലെങ്കിൽ അത് വറക്കുന്നതിൻ്റെ പരിവവും ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ചേർക്കേണ്ടത്. നമ്മളിപ്പോൾ ഇതിലോട്ട് ഏകദേശം 2 കപ്പിൻ്റെ അടുത്തോളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒഴിക്കുന്ന പരുവം ആയിരിക്കണം. നമ്മൾ ഇഡ്ഡലി തട്ട് ഇടുന്നതിൻ്റെ കാട്ടിലും മുൻപ് ഇതുപോലെ വെള്ളം ചൂടാക്കി വെക്കണം. ഇതുപോലെ നമുക്കിനി തട്ടിലേക്ക് നെയ്യ് പുരട്ടാം. എന്നിട്ട് ഓരോ കുഴിയിലോട്ടും നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിൽ തേങ്ങ ചിരവിയതും ക്യാരറ്റും മല്ലിയിലയും ചേർക്കാം. ഇതൊക്കെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇട്ട നല്ലതല്ലേ കാണാനായിട്ട്. പിന്നെ ആവിൽ ചൂടാകി വരുമ്പോൾ ഇതിനൊരു പ്രത്യേക രുചിയും വരും. ഇതിനി ആവി വരുന്നവരെ നമുക്ക് വേവിക്കാം.
കണ്ടോ, നല്ലോണം വെന്തിട്ടുണ്ട്. ശകലം ചൂടാറിയതിന് ശേഷം നമുക്കിനി ഇത് തട്ടിന്ന് മാറ്റാം. ഇത് കണ്ടോ, തട്ടിന് എങ്ങനെ സ്മൂത്തായിട്ട് വരുന്നത്. ഈ വെറൈറ്റി ഇഡ്ഡലി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.